പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. സോറി ഞങ്ങൾ സൂക്ഷിച്ച് നടന്നോളാമേ. ഇപ്രാവശ്യം പെങ്ങളൊന്ന് ക്ഷമാട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് ആരോ പറഞ്ഞിട്ടുള്ള പെങ്ങൾക്കും അറിയാവുന്നല്ലേ. ദയവായിട്ട് ഇപ്പോ ഇനി ഒരിക്കലും നേരിട്ട് കാണാൻ വിധിയില്ലാണ്ടിരിക്കട്ടെ. ആദ്യം അടക്കി പിടിച്ചുകൊണ്ടാണ് സഞ്ജു ഒറ്റ ഉയർപ്പിന് പ്രിയെ നോക്കി അത്രയും പറഞ്ഞത്. രണ്ട് കൈകൾ കൊണ്ട് ആദ്യം പിടിച്ചു നിർത്തിയുകൊണ്ട് മാത്രം അവന് കൈകൂപ്പാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ അവൻ അതും ചെയ്യുമായിരുന്നെന്ന് പ്രിയക്ക് തോന്നി. തൽക്കാലം ഞാൻ ക്ഷമിച്ചു. ഈ പുതിയ നീ നിന്റെ കൂട്ടുകാരനെ കൂടി ഉപദേശിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ആദ്യം ഒന്നുകൂടെ പുച്ഛത്തോടെ നോക്കിയിട്ട് പ്രിയ വളരെ കാര്യമായി സഞ്ജുവിനെ ഉപദേശിച്ചു. ഇവള് ഇന്ന് ഞാൻ വീണ്ടും ദേഷ്യത്തോടെ തന്റെ പിടിയിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചവന്റെ വാകൂടി പൊതിഞ്ഞു പിടിച്ചിരുന്നു സഞ്ജു. അപ്പോൾ ഒന്ന് പോടെ അതും പറഞ്ഞിട്ട് തിരിഞ്ഞടക്കുന്ന പ്രിയെ നോക്കി സഞ്ജു ഒന്ന് നെടുവീർപ്പിട്ട് ആശ്വസിച്ച അതേ സമയം തന്നെയാണ് തന്നെ പിടിച്ചു വെച്ച അവന്റെ കൈകൾ ആദ്യം പിന്നിലേക്ക് വളച്ച് പിടിച്ചു. എന്തിനാണോ നാറി ഇനി എന്റെ മെക്കിട്ട് കയറുന്നത്? സഞ്ജു വേദനയോടെ പല്ലുകടിച്ചു. എടാ കാട്ടുകോഴി, എന്തൊക്കെയാണോ നീ വിളിച്ചു പറഞ്ഞേ? ആദ്യം അവന്റെ നേരെ നോക്കി ചോദിച്ചു. പിന്നെ പറയാതെ, ഇല്ലെങ്കിൽ രണ്ടിലൊന്നിനെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. സഞ്ജു ദേഷ്യത്തോടെ അത്രയും പറഞ്ഞു. ആദ്യയുടെ പിടിയാഞ്ഞു. അവളുടെ അഹങ്കാരത്തിന് രണ്ടടി കൂടി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോന്നാ എന്റെ സങ്കടം. ആദ്യ പ്രിയ പോയ വഴിയെ നോക്കി പല്ലുകടിച്ചു. ആടാ അതിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നു ഇപ്പോ. എങ്കിൽ നേരെ ജയിലോട്ട് എൻട്രി കിട്ടിയേനെ. എന്നെ ആദ്യം അവൻ നോക്കി പൂച്ചത്തോടെ നോക്കിയിട്ട് മുന്നോട്ട് നടന്നു. പൊന്നുമോ വിദേശത്തായിരുന്നോണ്ടേ നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ലല്ലോ. അതാണ് നിനക്ക് ഈ പുണ്യം. സഞ്ജു ആദ്യം പിടിച്ചിരിച്ച കൈ കുടഞ്ഞുകൊണ്ട് അവനൊപ്പം നടക്കുന്നതിനിടെ പറഞ്ഞു. എടാ ആണുങ്ങൾക്ക് ഇവിടെ പുല്ല് വിലയാ. ഇവളുമാരി കയറി പിടിച്ചൊന്നും കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചൊന്നും ചുമ്മാ പ്രശസ്തി നേടാൻ വേണ്ടി ഏതെങ്കിലും ഒരു തൊലിഞ്ഞ ചാനലിന്റെ മുന്നിൽ പോയി ഷോ കാണിക്കാൻ തുനിഞ്ഞ അതിന് പുറകെയും കടിച്ചുങ്ങാൻ കുറെ ഊച്ചാളികളുടെ ലോക ഇത്. സോഷ്യൽ മീഡിയയും കുറെ ചാനലുകളും അതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന പരുവത്തില്ല. അതിനിടയിൽ ഇമാതിരി ഐറ്റങ്ങളോട് ഇടപെടുന്നതേ അല്പം സൂക്ഷിച്ചു വേണം. സഞ്ജു വളരെ കാര്യമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടായ പോരെ. പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താടാ? ആദ്യ കൂസിലെന്നും കൂടെ പറഞ്ഞു. സഞ്ജു ചുണ്ടുകൂട്ടിക്കൊണ്ട് തലയാട്ടി. തോന്നലാടാ കൂട്ടാ, ഏറ്റുപാടാൻ ആളുണ്ടെങ്കിലേ അവന്മാര് മെനഞ്ഞുണ്ടാക്കുന്ന കഥ കേട്ടാ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും നമ്മളിനി അങ്ങനെ ചെയ്തു പോയോന്ന്. അമ്മാതിരി സൈബർ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള മനുഷ്യരെ നമുക്ക് കിട്ടും. ആദ്യം പിന്നൊന്നും പറയാൻ മുന്നോട്ട് നടന്നു. പേരും പ്രശസ്തിയും മോഹിച്ചടക്കുന്നവർക്ക് മാന്യത ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. എത്ര കാശുണ്ടെങ്കിലും എത്ര സ്നേഹിച്ചും ആരാധിച്ചും കൊണ്ടുവരുന്ന വ്യക്തികളാണെങ്കിലും നാറിയ അതിന്റെ 10% പോലും സാധാരണ പ്രതീക്ഷിക്കരുത്. എവിടൊന്നും കിട്ടൂല. സഞ്ജു ആദ്യം നോക്കി. അവനപ്പോഴൊന്നും മിണ്ടിയില്ല. എന്നാലും എന്റെ ഓരോ പയ്യന്മാര് സ്വപ്നം കണ്ട് നടക്കുന്ന സീന കുറച്ചു മുന്നേ അരങ്ങേറിയത്. സഞ്ജു ആ പറഞ്ഞത് അല്പം നഷ്ടബോധത്തോടെ ആയിരുന്നു. ആദ്യം വീണ്ടും അവനെ കലിപ്പിച്ചു നോക്കി. എന്ത് സ്വപ്നം? അതെ, നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി നെഞ്ചിൽ വന്ന് അലച്ച് വീഴുന്നു. നമ്മൾ അവളെ നിലന്തോട് മുന്നേ പിടിച്ചു നിർത്തുന്നു. അവളുടെ കണ്ണിൽ അങ്ങനെ നോക്കി കുറേ നിമിഷങ്ങൾ സ്വയം മറന്നു നിൽക്കുന്നു. നോട്ട് നേരെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നു. സ്പാർക്ക് തോന്നുന്നു. ഒടുവിൽ പ്രേമം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ കറക്കം, സിനിമ, ഷോപ്പിംഗ്, കൊടുക്കാൻ, കല്യാണം. ആഹാ, ഓഹോ, ഏഹേ. സഞ്ജു പറയുന്നേട്ട് ആദ്യം നടത്തു നിർത്തി അവനെ തുറച്ചു നോക്കി. എന്തേ നിർത്തിയത്? കുടുംബവും കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ആവായിരുന്നു. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സ്വപ്നം കാണും. എവിടെ ഒരു ആ സുന്ദരി പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചിട്ടും പിന്നെയും മതിയാവത് അവിടെ വഴക്കിന് പോയിരിക്കുന്നു. ദുഷ്ടൻ, പിശാച്, മനസ്സാക്ഷി ഇല്ലാത്തവൻ. സഞ്ജുവിനും കലിപ്പിരുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്നെ പോലെ സ്നേഹം വാരിക്കോരി കൊടുക്കാൻ മനസ്സുള്ള ഒരു ക്യൂണ്ടേലും നിന്നെ പോലുള്ള മൂശേട്ടകളുടെ മുമ്പിലെ ദൈവം കൃത്യമായിട്ട് കൊണ്ടെത്തിക്കൂ. യോഗല്ല അമ്മിണി ഭയമടക്കിയേക്കാം. അല്ലാണ്ട് എന്ത്? അല്ലെങ്കിലും എറിയാൻ കഴിയുന്നവരുടെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലല്ലോ. എന്ത്? അല്ല, വടി. സഞ്ജുവിന്റെ നെടുവീർപ്പേണ്ടതും ആദിക്ക് വീണ്ടും ചിരി വന്നു. ചിരിക്കടാ, നീ ചിരിക്ക്. അവരുടെ ഒടുക്കത്തൊരു കലിപ്പ്. സഞ്ജു ആദ്യം കലിച്ചു നോക്കി. വേണ്ടടാ, ഞാൻ പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണിന്റെ നിഴലേണ്ട ഒലിപ്പിച്ചുകൊണ്ട് നടക്കാം. എന്താ മതിയോ? നടുവിന് കൈകുത്തി നിന്നിട്ട് ആദ്യം സഞ്ജുവിനെ നോക്കി. വൈകുന്നേരമായതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ സന്ദർശനത്തിനായിട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞോടെ വീണ്ടും ഹോസ്പിറ്റലിൽ തിരക്ക് തുടങ്ങി. എതിരെ നടന്നു വരുന്നതിൽ പലരും ആദ്യം സഞ്ജുവിനെയും നോക്കുന്നുണ്ട്. നിന്നൊക്കെ ആരാടാ വിദേശത്തേക്ക് വിട്ട് മണ്ടൻ ഗുണാപ്പി? സഞ്ജു വീണ്ടും ആദ്യം നോക്കി പുച്ഛിച്ചു. മാധവ മാഷിനെങ്ങാനും അറിയണം ഇന്നത്തെ നിന്റെ കലാപരിപാടി. പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്ന് മിനിറ്റിന് പറയുന്ന ആളുടെ കൊച്ചുമോനിന്നൊന്ന് വന്നിടിച്ചു എന്ന കാരണം കൊണ്ട് ഒരു പെണ്ണിനെ ജീവനോടെ കടിച്ചുകൂടാൻ തുടങ്ങിയെന്ന് അറിഞ്ഞ ദൈവമേ. സഞ്ജു മുകളിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ചു. ബഹുമാനം അത് അറിയിക്കുന്നവർക്കുള്ള. ഇന്നത്തെ മരം കയറി അത് അറിയിക്കുന്നേയില്ല. ഓവാ. സഞ്ജു തലയാട്ടി. നീയായിട്ട് മുത്തച്ഛനോട് പോയി ഓതിക്കൊടുത്ത സീനാക്കിയ പൊന്നു മോനെ, നിന്റെ ഇല്ലയാനും ഒരു ആദ്യ ഭീഷണി പോലെ സഞ്ജുവിനെ നോക്കി പറഞ്ഞു. പിന്നെ എനിക്കതല്ലേ പണി. എന്നിട്ട് വേണം കൂട്ടത്തിൽ എനിക്കൂടിയുള്ള കിട്ടാൻ. സഞ്ജു ആദ്യം നോക്കി. എന്നാ നിനക്ക് കൊള്ളാം. ആദ്യ വീണ്ടും നടന്നു തുടങ്ങി.
ബാലമാഷ് ഉച്ചക്ക് കൊണ്ടുവന്ന ഭക്ഷണം രണ്ടുപേരും കൂടി കഴിച്ചു. മാഷിന് കഞ്ഞി വേറെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാലമാഷും മാധവനും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറെ നേരം ഫോണിൽ തോണ്ടി സമയം കളഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നാണ് രണ്ടാളും കൂടെ. നീ നിന്റെ കൽപ്പിച്ചിരി കുറക്കണം കേട്ടോ ആദി. സഞ്ജു വീണ്ടും ആദിക്കൊപ്പം ഓടിയെത്തിക്കൊണ്ട് പറഞ്ഞു. ആദ്യം അവനെ നോക്കിയതല്ല ഒന്നും പറഞ്ഞില്ല. നല്ലൊരു പെൺകൊച്ചായിരുന്നു. എന്റെ നെഞ്ചിവിടെ ഫ്രീ ആയിരുന്നില്ല ഇടിക്കാൻ. എന്നിട്ടും ആ കലിപ്പിന്റെ നെഞ്ചിലോട്ട് തന്നെ. വീണ്ടും സഞ്ജുവിന്റെ ആത്മകഥ. പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. നല്ല മുഖശ്രീയുള്ള കൊച്ച്. സഞ്ജു അവന്റെ ഓരോ സങ്കടങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഫോൺ നമ്പറെങ്കിലും വാങ്ങായിരുന്നു. നല്ല മുഖശ്രീയുള്ള കൊച്ച്. സഞ്ജുവിനെ അത് ഓർക്കുമ്പോൾ വീണ്ടും ആദ്യോട് ദേഷ്യം തോന്നി. അപ്പോഴേക്കും കയറി ചാടി കടിച്ചില്ലേ വൃത്തിയിട്ടവൻ. എടാ വലിയ ലണ്ടനിലൊന്നും പോയി പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായി. ആളുകളോട് മര്യാദക്കൊന്നും മിണ്ടാൻ കൂടി അറിയില്ല. പരട്ടക്ക്. വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദ്യക്ക് പുറകെ തന്നെ നടന്നു. ആദ്യമാവട്ടെ അവനെ നോക്കിയത് കൂടിയില്ല. 117 എഴുതിയ മുറിക്കുമ്പിൽ ചെന്നിട്ട് പ്രിയ ഇടവും വലവും നോക്കി. യാതൊരു പരിചയമില്ലാത്ത ഏതൊക്കെയോ മുഖങ്ങളുണ്ട്. അവളൊന്ന് ശ്വാസം എടുത്തിട്ടാണ് വാതിലിൽ പതിയെ ഒന്ന് തട്ടി നോക്കിയത്. തലമാത്ര അകത്തേക്കിട്ട് താൻ തേടി വന്നയാൾ തന്നെയാണ് ഉള്ളിലെ നോക്കിയിട്ടാണ് വാതിൽ മുഴുവൻ തുറന്നത്. ആഹാ, ആരാത്? ഇങ്ങോട്ട് കയറി വാ. ബാലമാഷാണ് പ്രിയ ആദ്യം കണ്ടത്. അകത്തേക്ക് വിളിച്ചു. മാധവ മാഷ് തിരിഞ്ഞു നോക്കുന്നത് തന്നെ കണ്ടപ്പോൾ ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടരുന്ന് നോക്കിക്കൊണ്ടാണ് പ്രിയ അകത്തോട്ട് കയറിയത്. വാ, ഇവിടെ ഇരിക്കേ. ഒന്നും മിണ്ടാ തന്നെ നോക്കി നിൽക്കുന്നവൾക്ക് നേരെ മാധവൻ മാഷിന്റെ കൈകൾ നീണ്ടു. പനി കുറഞ്ഞോ? എപ്പോഴത്തെയും പോലെ ആ മുന്നിൽ പ്രിയ പൂച്ചയെ പോലെ പതുങ്ങിപ്പോയി. അതൊക്കെ പോയിടിയും മോളെ, ഇവരെന്നെ ഇവിടെ വെറുതെ ഇട്ടേക്കുവാ. മാധവ മാഷ് പ്രിയയോട് പറഞ്ഞതും ബാലമാഷ് അയാളെ നോക്കി കണ്ണുരുട്ടി. ഇന്നലെ വന്നപ്പോ എന്തായിരുന്നു മാധവ നിന്റെ അവസ്ഥ? അതുകൂടെ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. ബാലമാഷ് അല്പം ഗൗരവത്തോടെയാണ് പറഞ്ഞത്. അത് ഇന്നലെയല്ലേ, ഇന്നെന്തായാലും എനിക്ക് വീട്ടിൽ പോണം ബാല. ഞാനിനി അവിടെ പോയി റെസ്റ്റ് എടുത്തോളാം. മാധവ മാഷ് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോലെ പറഞ്ഞു. റെസ്റ്റ് നീ നടന്നു തന്നെ. ബാലമാഷി ചിരിയോടെ പറഞ്ഞു. നീ ഒറ്റക്കാണോ മോളെ വന്ന്? മാധവ മാഷി വീണ്ടും ചോദിച്ചു. ഞാൻ മണിയേട്ടനോട് ചോദിച്ചു. അപ്പോഴറിഞ്ഞ്. എന്താ മാഷി പെട്ടെന്ന്? പ്രിയ മാഷിനെ നോക്കി. എനിക്കറിയില്ല മോളെ, വൈകുന്നേരം മുതൽ ചെറുതായി തുടങ്ങിയിരുന്നു. ഒരു കുളിരും വിറയലും. ആദ്യം ഒരുപാട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോരാൻ. മാധവൻ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു. പുതിയൊരു പേര് കേട്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. മാഷിനെ കുറിച്ചുള്ള ഒരു ഏകദേശ വിവരങ്ങളൊക്കെ അവൾക്കറിയാം. മാഷ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവാണ്. ആദിത് മഹാദേവ് എന്റെ കൊച്ചുമോനാ. അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അതേ ചിരിയോടെ മാധവ മാഷ് പറഞ്ഞു. ആദിത് മഹാദേവ്? പ്രിയ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി ആ പേര്. പ്രിയക്ക് ചായ വേണോ? സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാവുമല്ലേ? ബാലമാഷ് ചോദിച്ചു കേട്ട് പ്രിയ ചാടി എഴുന്നേറ്റു. അയ്യോ, അതൊന്നും വേണ്ട ബാലമാഷേ, അവൾ എപ്രാളത്തോടെ പറഞ്ഞു. ഞാൻ മണിയേട്ടൻ വയ്യെന്ന് പറഞ്ഞു കേട്ടപ്പോ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് വന്നതാ. പ്രിയ മാധവൻ മാഷെ നോക്കി പതിയെ പറഞ്ഞു. അതേതായാലും നന്നായി. എനിക്ക് ഒരുപാട് സന്തോഷമായി കുട്ടി. അന്വേഷിച്ചു വരാൻ ഒരാളുണ്ടാവുക എന്നതാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഹങ്കാരങ്ങളിലൊന്ന്. എനിക്കിനി അല്പം അഹങ്കാരമൊക്കെ ആവാം അല്ലേ? മാധവ മാഷ് പ്രിയയെ നോക്കി. അവളൊന്നും പറയാതെ പതിയെ ചിരിച്ചു. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? തലേന്ന് രാജീവിനോട് പറഞ്ഞാൽ ആ മനസ്സിലിട്ടുണ്ടായിരുന്നു മാധവ മാഷ് പ്രിയയോട് അങ്ങനെ ചോദിച്ചു. പക്ഷെ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അവളുടെ മുഖം വാടി, മിഴികൾ താഴ്ന്നു. ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു മോളെ. ഇന്ന് നീ അവിടെ ഒറ്റക്കായി പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാധവൻ മാഷ് ഒരു ക്ഷമാപണത്തോടെയാണ് പറഞ്ഞത്. പ്രിയ അതിന്റെ പൊരുളറിയാതെ പകച്ചുപോയി. സത്യത്തിൽ ഇന്നലെ നിനക്ക് വേണ്ടിയാ ഞാൻ അത്രയും രാജീവിനോട് കയർത്ത് സംസാരിച്ച്. പക്ഷേ ഇന്ന് അതിനുള്ള കൂടി നീ ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ടാവാം. അവൾ പറയാത്തതിനെല്ലാം മനസ്സിലായതുപോലെ മാഷത് പറഞ്ഞപ്പോഴായിരുന്നു അന്നത്തെ ദിവസം രാവിലെ മുതൽ അവൾ അനുഭവിക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകളുടെയും കുത്തുവാക്കുകളുടെയും പിന്നിലെ രഹസ്യം അവൾക്ക് മുന്നിൽ പരസ്യമായി തീർന്നു. അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ഹൃദയത്തിലെ വീർപ്പുമുട്ടൽ അവസാനിച്ചു പോയിരുന്നു മാഷിന്റെ ആ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ. തനിക്ക് വേണ്ടി മാഷ അയാളോട് സംസാരിച്ചു എന്ന് തന്നെ അവളിലൊരു ഊർജ്ജം നിറഞ്ഞു. വല്ലാത്തൊരു സന്തോഷവും. തേടി വരാൻ ഒരാളുണ്ടാവുന്ന മാത്രമല്ല മാഷ അഹങ്കാരം. നമുക്ക് വേണ്ടി മറ്റൊരാൾ ശബ്ദം ഉയർത്തുന്നതും അല്പ അഹങ്കാരം തന്നെയാണ്. പതിഞ്ഞൊരു ചിരിയോടെ പ്രിയ പറഞ്ഞു കേട്ട് മാധവ മാഷും ബാലൻ മാഷും പരസ്പരം നോക്കി ചിരിച്ചു. തോൽപ്പിക്കാൻ ആയിരക്കണക്കിന് പേരുണ്ടാവും മോളെ, പക്ഷേ തോറ്റുകൊടുക്കില്ലെന്ന് നമുക്ക് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. മാഷ് അവളെ നോക്കി ചിരിച്ചു. അവനെ പോലെ ഒരുത്തൻ നഷ്ടപ്പെട്ടതോർത്തുകൊണ്ട് വേദനിക്കുന്ന ഒരു വിട്ടിയല്ല കൃഷ്ണപ്രിയ എന്ന് തന്നെയാ ഞങ്ങളുടെ വിശ്വാസം. അല്ലേടാ മാധവ? മാധവ മാഷി ചങ്ങാതിയെ നോക്കി. പിന്നല്ലാണ്ട് രക്ഷപ്പെട്ടു എന്നങ്ങോട്ട് കരുതി നന്നായിട്ട് ജീവിച്ചാണിച്ചു കൊടുത്തേക്കണം. പ്രിയ മിടിക്കുകയാണെന്ന് പഴി പറഞ്ഞവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ കഴിയുന്നൊരു മിടിക്കാവണം നീ.
പ്രിയക്ക് വല്ലാത്തൊരു ഉന്മേഷം ഒന്നാകെ പൊതിയുന്നുണ്ട്. ചിലരങ്ങനെയാണ്. നമ്മൾ ഏതു വലിയൊരു വിഷമഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരു വിളിയിൽ, നേർത്തൊരു ചിരിയിൽ, അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ ഇത്രയുമെല്ലാം മതിയാവും അവർക്ക് നമ്മളെ സന്തോഷത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും നിർവൃതിയിൽ അലിയിക്കാൻ. അവരുടെ സ്നേഹം ഹൃദയം കൊണ്ടുള്ളതാവാം. ആ സ്നേഹം ഏറ്റെടുക്കുന്നതും ഹൃദയമാവാം. ബസ്സിലാണോ നീ വന്ന്? ബാലമാഷി വീണ്ടോളം നോക്കി. തലയാട്ടുന്നതിനൊപ്പം തന്നെ പ്രിയയുടെ കണ്ണുകൾ വാസിലേക്ക് നോക്കി. വിചാരിച്ചതിലും വൈകി. അവൾക്കപ്പോൾ ഇത്തിരി മുന്നേ നടന്ന ആ കൂട്ടിമുട്ടലാണ് ഓർമ്മ വന്നത്. അവന്റെ കണവണ വർത്താനം കേട്ട് കുറെ നേരം അവിടെ പോയല്ലോ. ആ ഓർമ്മയിൽ തന്നെ അവിടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. ഒറ്റക്ക് പോയിനി? ബാലമാഷാണ് ചോദിച്ചത്. പ്രിയ ചിരിയോടെ തലയാട്ടി. അവന്മാരെങ്ങോട്ട് പോയാവോ? എന്റെ കാറുണ്ട് പുറത്ത്, ഞാനത് വിളിച്ചു നോക്കട്ടെ. ബാലമാഷ് പറഞ്ഞു. അയ്യോ, എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് വിളിക്കുന്നെങ്കിൽ അത് വേണ്ട മാഷേ. ആരായാലും അവർക്കതൊരു ബുദ്ധിമുട്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്ന്, ഞാൻ പോയിക്കൊള്ളാം. ബാലമാഷ് ഫോൺ എടുക്കും മുന്നേ പ്രിയ ധൃതിയിൽ പറഞ്ഞു. 5 മണി കഴിഞ്ഞു മോളെ, ബസ്സിൽ നല്ല തിരക്കാവും. മാത്രമല്ല ഇവിടുന്ന് 2 ബസ് മാറിക്കാനുണ്ട് നിനക്ക് വീട്ടിലെത്താൻ. മാധവ് മാഷ് പ്രിയയെ നോക്കി. അതൊന്നും സാരില്ല മാഷേ. അല്ലെങ്കിലും ലോകത്തിലെ മുഴുവൻ പേരുദോഷം സ്വന്തമായിട്ട് എൻ്റെ പേരിൽ നാട്ടുകാർ എഴുതി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി വൈകി ചെന്നാലും അതിലൊന്നും യാതൊരു കുറവ് കയറലൊന്നും ഉണ്ടാവില്ല. പിന്നെന്ത് പേടിക്കാൻ? ഹൃദയ നോവുകളെ നേർത്തൊരു ചിരിയുടെ ആവരണം അണിയിച്ചുകൊണ്ട് പറയുന്നവളെ മാധവൻ മാഷും ബാലൻ മാഷും വേദനയോടെയാണ് നോക്കിയത്. പറയുന്നവര് പറയട്ടെ മോളെ, ലോകം നീയായിരുന്നു സത്യമെന്നും ശരിയെന്നും അംഗീകരിക്കുന്നൊരു കാലം വരും. അന്ന് വരെയും ആരെക്കൊണ്ടും തടയാനാവില്ല ആ പറയുന്നവരെ. അവരവരുടെ സന്തോഷം ഇങ്ങനെ ഏഷണി പറഞ്ഞിട്ടെങ്കിലും ആത്മനിർവൃതി അടയുന്നവർ അവരങ്ങനെ ചെയ്യട്ടെ. ആശ്വസിപ്പിക്കുന്ന പോലെ മാധവ് മാഷ് പറഞ്ഞു കേട്ടതും പ്രിയ പതിയെ തലയാട്ടി. മാഷിന് നാളെ വരാൻ കഴിയോ? പ്രിയക്കതായിരുന്നു സങ്കടം. 110 ഡിഗ്രി പനിയുണ്ടായിരുന്നു പ്രിയാവന്. ബാലമാഷാണ് ഉത്തരം പറഞ്ഞു. അതൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് പ്രിയക്ക് തോന്നിയത്. ഇത്രയും വയ്യാത്തൊരാള് നാളെ എങ്ങനെ വരാനാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഞാനില്ലാന്ന് കരുതി അവന്മാര് പറയുന്ന മുഴുവൻ കേട്ടിട്ട് മിണ്ടാൻ നിൽക്കരുത് കേട്ടോ. അത്രയും തരം താഴ്ന്നവരോട് യാതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നിന്നെ പോലെ എനിക്കും അറിയാം. പക്ഷേ ചിലപ്പോൾ മൗനം പോലും അവർക്കൊരു മറയാ. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്, മനസ്സിലായോ? മാഷ് ഓർമ്മിപ്പിച്ചു. ശരിയെന്നാ വൈകോ, ഇനി നിന്ന് വൈകണ്ട. മാധവൻ മാഷ് അത് പറയുമ്പോൾ ആ സ്വരത്തിലെ വാത്സല്യം പ്രിയയുടെ ഹൃദയത്തെ കുളിരണിയിച്ചു. കുറവുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരും. ഇനി അതോർത്തുകൊണ്ട് വെറുതെ വേവലാതിപ്പെടേണ്ട നീ. പ്രിയയെ നോക്കി വീണ്ടും വീണ്ടും മാഷ് അത് ഓർമ്മിപ്പിച്ചു. പോട്ടെ എന്നാ. ചിരിയോടെ തന്നെ പ്രിയ യാത്ര പറഞ്ഞു. ഒറ്റക്ക് പോകുമല്ലോ അല്ലേ? പ്രിയ ബാഗിൽ പിടിമുറുക്കിക്കൊണ്ടാണ് മൂളിയത്. എത്തിയിട്ട് വിളിക്കണം, മാഷ് അവളെ ഓർമ്മിപ്പിച്ചു. വീണ്ടും തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവൾ ഒരിക്കൽ കൂടി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് വാതിലിന് നേരെ നടന്നു. നീ അത് ഇനിയും വിട്ടില്ലടാ ആദി. ചായ കുടിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോഴും ആദിയുടെ തെളിയാത്ത മുഖം നോക്കി സഞ്ജു ചോദിച്ചു. പിന്നെ എനിക്ക് വട്ടാണല്ലോ വീണ്ടും വീണ്ടും ആ മരം കയറിയെ കുറിച്ച് എന്നെ ഓർത്തുകൊണ്ട് നടക്കാൻ. ആദ്യം അവനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെന്താ നിന്റെ മോന്ത ഇങ്ങനെ? സഞ്ജു വീണ്ടും മുഖം കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. വാടാടുന്നു അതിനൊരു കണ്ടുപിടുത്തം. ആദ്യം നിസ്സാരമായി തള്ളിക്കളഞ്ഞു. അതൊന്നല്ലടാ സഞ്ജു, എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. 6 മാസം എന്തായാലും ടൈമുണ്ട് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുവരെയും വെറുതെ നടക്കണ്ടല്ലോ. ആദ്യം സഞ്ജുവിനെ നോക്കി. അത് ശരിയാ, പക്ഷെ എന്ത് ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ ഞാൻ പഠിച്ച ജോലി അതെന്തായാലും വേണ്ട. പിന്നെ എൻ്റെ സ്വപ്നം പോലെ അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എൻ്റെ അച്ഛൻ്റെ കുബുദ്ധി. അതുകൊണ്ട് ആ വഴി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ചെറിയൊരു ജോലി, കാശിന് വേണ്ടിയല്ല, എനിക്കെൻ്റെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ കഴിയാവുന്ന റിലീഫ് കിട്ടുന്നൊരു ജോലി. ആദ്യം ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അതിപ്പോൾ ഒരു കാര്യം ചെയ്യേ, മാഷിനോട് പറ. മാഷി വിചാരിച്ച നിന്റെ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ ആവുന്നൊരു ജോലി സെറ്റാക്കി തരുന്നത് അത്ര വലിയ റിസ്ക് ഒന്നും ആവില്ല. സഞ്ജു ഓർമ്മിപ്പിച്ചു. അത് ഞാൻ ഓർത്തിരുന്നു. എന്നാലും മുത്തച്ഛനെ കൊണ്ട് വീട്ടിലേക്ക് നിർത്തട്ടെ, എന്നിട്ട് പറയാം. തീരുമാനിച്ചുറപ്പിച്ച പോലെ ആദി പറഞ്ഞു. വൈകുന്ന ഓരോ നിമിഷവും തന്റെ സ്വപ്നം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുമോ എന്നും ആദി ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നു. പ്രിയ കവലിൽ വന്നിറങ്ങുമ്പോൾ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. വീട്ടിൽ വിളിച്ചിട്ട് ഇച്ചിരി വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കാര്യമോർത്തവൾക്ക് പേടിയൊന്നുമില്ല. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തന്നെ തുറിച്ചു നോട്ടങ്ങളും അടക്കം പറച്ചിലുകളും മുറക്ക് നടക്കുന്നു. അവൾ അവിടെ ബസ് ഇറങ്ങിയത് മുതൽ താൻ എവിടെ ചെന്നാലും നിഴൽ പോലെ അവയെല്ലാം ആരുടെയെങ്കിലും നാവിന് തുമ്പിലായി അളവൊട്ടും കുറയാതെ തന്നെ കൂടെ ഉണ്ടാവുമെന്നതിനാൽ ആ കാര്യത്തിലും പ്രിയക്ക് വേവലാതിയൊന്നും തോന്നിയില്ല. വൈകുമെന്ന് പറയാൻ വിളിച്ചപ്പോൾ സുജ പറഞ്ഞേൽപ്പിച്ച സാധനങ്ങൾ വാങ്ങിക്കാൻ കവലയിലെ കടയിലേക്ക് കയറിയവളെ അനുഗ്രഹ ജീവിയെപ്പോലെ അവിടെ കൂടിയവർ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ ഇപ്പൊ ഇന്നേരം വരെയൊക്കെ പഠിപ്പുണ്ടോടാ? ഒരു വഷളം ചിരിയോടെയുള്ള ആ ചോദ്യം പ്രിയയുടെ തൊട്ടടുത്ത വീട്ടിലെ സുലൈമാന്റെയാണ്. ഈ പണിക്കൊക്കെ അങ്ങനെ നേരവും കാലം ഉണ്ടോ എൻ്റെ സുലൈമാനെ? അയാൾക്ക് അടുത്തിരിക്കുന്നയാൾക്കും അതേ ഭാവവും ചിരിയും.
പ്രിയ ഒരു പുച്ഛത്തോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ആ കൂടി നിൽക്കുന്നവർക്കെല്ലാം കഴുകന്റെ നോട്ടവും മനസ്സുമാണെന്ന് അവൾക്കറിയാം. അച്ഛൻ മരിച്ചതിനു ശേഷം പ്രിയ അത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതുമാണ്. ജീവനോടെ കൊത്തിപ്പറിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഊഴം കാത്തിരിക്കുന്നവരെ പാടെ അവഗണിക്കുക എന്ന സൂത്രവാക്യം പ്രിയ പഠിച്ചത് ഇതുപോലുള്ള അവസരങ്ങളിലാണ്. അവിടെയും അത് തന്നെ അവൾ പയറ്റി വിജയിച്ചു. നിന്റെ ഒറ്റൊരാട് നിർബന്ധം കൊണ്ട് മാത്രം ഇന്നാ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ട് തന്ന്. അകത്തേക്ക് കയറി ഉമ്മറത്തുനിന്ന് സ്വന്തം മുറിയിലേക്ക് നടക്കുന്ന മാധവ മാഷിന് പുറകെ നടക്കുന്നതിനിടെ ബാലമാഷ് അസംതൃപ്തിയോടെ പറയുന്നുണ്ട്. വീട്ടിൽ പോകണമെന്ന് മാധവ മാഷ് നിർബന്ധിച്ച് പറഞ്ഞ് അവർക്കാർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ലല്ലോ. ഇനിയുള്ള ചികിത്സ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്തുകൊള്ളാം. എനിക്കിവിടെ ശ്വാസം മുട്ടുന്നുണ്ട്. ദയവായി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങേയറ്റം മാന്യതയോടെ ഡോക്ടർ കുമ്മൽ മാധവ മാഷ് അങ്ങനെയൊന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അതിനെതിരെ അയാൾക്ക് പിന്നെയൊന്നും പറയാനില്ലായിരുന്നു. മാത്രമല്ല മാഷിന്റെ പനിയും വിട്ടൊഴിഞ്ഞു പോയതുകൊണ്ട് അവിടെ പറയാനൊരു ന്യായവും ബാക്കിയുണ്ടായിരുന്നില്ല. പറഞ്ഞു കേൾക്കുന്നില്ല മാധവ നീ? ഒന്നും മിണ്ടാർക്കുന്ന മാഷിനോട് ബാലമാഷി വീണ്ടും ചോദിച്ചു. എനിക്കറിയാടോ ബാല, ഞാൻ കരുതിക്കോളാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അതെന്തേ നീ കേട്ടില്ലേ? കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് മാധവ മാഷി തിരിച്ചു ചോദിച്ചു. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ടാണ് ഇതെന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. ആദ്യം പറഞ്ഞാലൊന്നും നീ കേൾക്കലുണ്ടാവില്ല. ബാലമാഷി ചങ്ങാതിയെ ചെറുതായിട്ടൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, ഞാൻ ദേ ഇവിടെ ഇങ്ങനെ കിടക്കും, പനി മാറും വരെയും. കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് മാധവൻ മാഷ ആശ്വാസത്തോടെ പറഞ്ഞു. സ്വന്തം മുറിയിലെത്തിയ ഒരു സന്തോഷവും സമാധാനവും അയാളുടെ മുഖം നിറച്ചും കാണുന്നുണ്ടായിരുന്നു. ഞാനെന്നാ പോയിട്ട് രാത്രിയിൽ കഴിക്കാനുള്ള പോലെ എടുത്തുകൊണ്ട് വരാം. ബാലമാഷ് പോവാനായി തിരിഞ്ഞു. അതൊന്നും വേണ്ട മാഷെ, മുത്തച്ഛനും എനിക്കും കഞ്ഞിയാണ് രാത്രിയിൽ, അത് ഞാനുണ്ടായിക്കോളാം. അങ്ങോട്ട് വന്ന് ആദ്യം പെട്ടെന്ന് പറഞ്ഞു. ഇന്നിനി നീ കഷ്ടപ്പെടണ്ടാ മോനെ, നീയും മുഷിഞ്ഞു വന്നല്ലേ ആദി. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരും മുന്നേ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഭക്ഷണം. ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വരാം. അത് കഴിച്ചിട്ട് രണ്ടാൾ നല്ലപോലെ ഒന്ന് ഉറങ്ങിയേക്ക്. ബാലമാഷ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുത്തശ്ശന് മേലെഴുകണ്ടേ? ആദ്യം മാഷിന്റെ അടുത്തെത്തി കൊണ്ട് ചോദിച്ചു. വേണം, ആദ്യം ഇച്ചിരി ഒന്ന് കിടക്കട്ടെ ഞാൻ. നീ പോയി കുടിച്ചു മാറ്റി വാ. മാഷ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? ആ ഡോക്ടർ പറഞ്ഞല്ലേ 2 ട്രിപ്പ് കൂടി ഇട്ട ഉഷാറാവും. അതോടെ തീർന്നിട്ട് പോയാൽ പോരായിരുന്നു, അത് കേൾക്കാഞ്ഞിട്ടല്ലേ? മാധവമാഷ ഒന്നും പറയാൻ കണ്ണടച്ച് കിടന്നു. ആദ്യയാളെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി പിന്നെയൊന്നും പറയാൻ സ്വന്തം മുറിയിലേക്ക് ചെന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.